ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഫൈസൽ. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്തിനാണ് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ആവശ്യമായ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അതിൻ്റെ കൂടെ വൈറസ് കമ്പ്യൂട്ടറിലേക്ക് അറിയാതെ കയറിക്കൂടാറുമുണ്ട്. ആന്റിവൈറസ് ഓൾറെഡി ഉള്ള കമ്പ്യൂട്ടറിൽ പോലും ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സുഖവും കിട്ടില്ല. പിന്നെ ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്? ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താലും വൈറസ് പൂർണ്ണമായും കമ്പ്യൂട്ടറിൽ നിന്നും ഒഴിവായി പോകാൻ സാധ്യത കുറവാണ്. തുടർന്ന് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനെ സമീപിച്ചാലും അദ്ദേഹം പറയും, എന്നു മുതലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കും. ആ ദിവസം ഏകദേശം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം ആ ഡേറ്റിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കമ്പ്യൂട്ടർ റീസ്റ്റോർ ചെയ്യുകയാണ് പതിവ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്രക്രിയ ഉപകാരപ്പെടുന്നത്. നമുക്ക് ഇത് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധ്യമാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺട്രോൾ പാനൽ എന്ന ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ റിക്കവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺ സിസ്റ്റം റീസ്റ്റോർ, അവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കുക. ഏത് ഡേറ്റിലേക്കാണ് നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നത് എന്നത് ഇവിടെ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഷോ മോർ റീസ്റ്റോർ പോയിന്റ്സ് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് ഏത് ഡേറ്റിലേക്കാണ് സിസ്റ്റം റീസ്റ്റോർ ചെയ്യേണ്ടത് എന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ ഫിനിഷ് എന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഓപ്പണായി വരും, റീസ്റ്റോർ ആവുകയും ചെയ്യും. ഞാനിപ്പോൾ ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം എൻ്റെ റെക്കോർഡിംഗ് തടസ്സപ്പെടും എന്നതുകൊണ്ടാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കമ്പ്യൂട്ടർ ഏത് ഡേറ്റിലാണോ റീസ്റ്റോർ ചെയ്യുന്നത് ആ ഡേറ്റിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളൊക്കെ ഡിലീറ്റ് ആകുന്നതാണ്. അതിനു മുമ്പുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണുകയുള്ളൂ. അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, അറിവുകൾ പകർന്നു കൊടുക്കുക. തൽക്കാലം നിർത്തട്ടെ, വീണ്ടും കാണാം. ബൈ.